തകർന്ന് കിടക്കുന്ന പ്രപഞ്ചം അതാ അല്ലാഹു തആല ജിബ്രീലിനോട് പറയും, ജിബ്രീലേ, നിങ്ങളും മരണപ്പെടണം. എന്റെ തീരുമാനം സുനിശ്ചിതമാണ്. എല്ലാവരും മരണത്തെ രുചിക്കും എന്ന എന്റെ തീരുമാനം. അങ്ങനെ അതാ ജിബ്രീൽ മരണം ആസ്വദിക്കുന്നു. പിന്നീട് അതാ ഇസ്രാഫീലും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മരിക്കുന്നു. അതാ മുഖറബീങ്ങൾ മരണപ്പെടുന്നു. ഇനി അസ്രായീൽ ബാക്കിയുണ്ട്. അല്ലാഹു ചോദിക്കും, അസ്രായീലേ, ഇനി ആരാണ് ബാക്കിയുള്ളത്? ഈ വിനീതനായ ഞാനുണ്ട്, ഒരിക്കലും മരണം വരിക്കാത്ത അല്ലാഹുവേ, ഹയ്യുൽ ഖയ്യൂമായ നീയുമുണ്ട്. അല്ലാഹു അസ്രായീലിനോട് പറയും, അസ്രായീൽ, നീയും മരിക്കണം. അങ്ങനെ സ്വർഗ്ഗനരകങ്ങളുടെ ഇടയിലേക്ക് ചെന്നുകൊണ്ട് ഫയസീഹു സൈഹ, അസ്രായീൽ ഒരു ഘോര അട്ടഹാസത്തോടു കൂടി മരിക്കുകയാണ്. നോക്കൂ, എല്ലാവരും അങ്ങനെ മരിക്കുന്നു. അല്ലാഹു തകർന്നടഞ്ഞു കിടക്കുന്ന പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് ചോദിക്കും, ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ, എവിടെ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ, എവിടെ അഹങ്കാരികൾ, എവിടെ സേനാധിപതികൾ? ആരും മറുപടി പറയില്ല. അല്ലാഹു തന്നെ മറുപടി പറയും, ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. ഇപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സമസ്താധികാരവും ഏകനായ അല്ലാഹുവിൽ മാത്രമാണ്. എന്നിട്ട് അല്ലാഹു ജിബ്രീലിനെ ജീവിപ്പിക്കും, പിന്നീട് ഇസ്രാഫീലിനെ ജീവിപ്പിക്കും, പിന്നീട് അസ്രായീലിനെ ജീവിപ്പിക്കും. അല്ലാഹു തആല ഇസ്രാഫീലിനോട് പറയും, ഇസ്രാഫീൽ, ഒന്നുകൂടി ഊത്. അങ്ങനെ ആ കാഹളത്തിൽ ഇസ്രാഫീൽ മൂന്നാമതായിട്ട് ഊതുകയാണ്. മറ്റൊരിക്കൽ കൂടി ആ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് മഹ്ശറിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഊതലിന്റെ ഇടയിൽ 40 കൊല്ലമുണ്ട്. 40 ഉണ്ട്. സഹാബത്ത് അബൂ ഹുറൈറയോട് ചോദിച്ചു, 40 കൊല്ലമാണോ, 40 മാസമാണോ, 40 ദിവസമാണോ? അബൂ ഹുറൈറ പറയുകയാണ്, അബൈതു, ഞാൻ വിസമ്മതിക്കുന്നു. പ്രവാചകൻ അത് പറഞ്ഞില്ല, 40 എന്നാണ് പറഞ്ഞത്. നോക്കൂ, ഈ രണ്ട് ഊതലിന്റെ ഇടയിൽ ഒരു 40 കഴിഞ്ഞു പോകുന്നത് കൊല്ലമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ അല്ലാഹു മൂന്നാമത് ഊതുന്നതിന് മുമ്പ് പുരുഷന്റെ ബീജത്തിന് സമാനമായ കൊഴുത്ത ഒരു മഴ അതാ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കുകയാണ്. മരണപ്പെട്ട് കിടക്കുന്നവരെല്ലാം, കബറിൽ കിടക്കുന്നവരെല്ലാം അതാ മുളയ്ക്കുന്നു, എഴുന്നേൽക്കുന്നു. സസ്യലതാദികളും ചീരകളും മുളയ്ക്കുന്നത് പോലെ ഈ മഴ മുഖേന, ഈ കൊഴുത്ത ദ്രാവകം മുഖേന ആളുകളെല്ലാം എഴുന്നേൽക്കുകയാണ്. ഹദീസിൽ വരുന്നുണ്ട്, മരിച്ചുപോയ മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളും നശിക്കുന്നതാണ്. നാളെ ഖിയാമത്ത് നാളിൽ ആ പാർട്ടിൽ നിന്നാണ് അല്ലാഹു പുനഃസംവിധാനം ചെയ്യുന്നത്, പുനരുജ്ജീവിപ്പിക്കുന്നത്. നട്ടലിന്റെ ഏറ്റവും താഴെ കൂർത്ത ഒരു ഭാഗമാണത്. മൃഗങ്ങൾക്ക് വാലിന്റെ അറ്റത്താണതുള്ളത്. നോക്കോ, ബാക്കിയെല്ലാം മണ്ണ് തിന്നും. ഈ അജബുൽ ഒഴികെ അതിൽ നിന്ന് വീണ്ടും അല്ലാഹു അവനെ സൃഷ്ടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, അപ്പൊ എന്നോട് ചോദിച്ചു, പിന്നെ നമ്മൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മണ്ണിൽ വെക്കും. ചിലരധികം ചെറയിൽ വെച്ച് കത്തിക്കും, ചിലരോ ഇലക്ട്രിക് ചെയറിലിരുത്തി ആ ശവത്തെ ദഹിപ്പിക്കും. അപ്പോ ഈ ഭാഗവും നശിച്ചു പോകില്ലേ എന്ന് ചോദിച്ചു. സുഹൃത്തുക്കളെ, ഒരു വസ്തുവിനെ ഇതിനെ കത്തിച്ചത് കൊണ്ട് ഇത് നശിച്ചു പോകുന്നില്ല. കത്തിച്ചാൽ അത് വീണ്ടും നമുക്ക് വായിക്കാൻ പറ്റും. അത് മറ്റൊരവസ്ഥയിലേക്ക് പോകുന്നതേ ഉള്ളൂ. നോക്കൂ, ആ ഭാഗം നശിക്കുകയില്ല. അജുബുൽ പാർട്ട്, നട്ടലിന്റെ മൂലയിൽ കൂർത്ത ഇരുമ്പ് പോലുള്ള ഭാഗം, അത് മണ്ണ് തിന്നുകയില്ല. അതിൽ നിന്ന് വീണ്ടും മനുഷ്യരെ സംയോജിപ്പിക്കുമെന്ന് പഠിപ്പിച്ചു തന്നത് ആമിന ബീവിയുടെ മുട്ടുമോൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ മൂന്നാമത്തെ ഊതലോടുകൂടി എല്ലാവരും ഖബറുകളിൽ നിന്ന്, എല്ലാവരും ബർസഖി ജീവിതത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അല്ലാഹു പറയുന്നു, ആകാംക്ഷയോടുകൂടി അവരെല്ലാം നോക്കിക്കൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. എങ്ങോട്ടാണ് ഇനി, എന്താകും അവസ്ഥ? മുത്തുനബി പറയുകയാണ്, നോക്കൂ, അവർ എഴുന്നേൽക്കുന്നത് മഹ്ശറയിലേക്കാണ്. അന്ന് ജനങ്ങളെ അല്ലാഹു എഴുന്നേൽപ്പിക്കും. നഗ്നപാതരായിരിക്കും, കാലിൽ ചെരുപ്പ് കാണുകയില്ല. നഗ്നരായിരിക്കും, അവർക്ക് ഉടുതുണി കാണുകയില്ല. അവര് ചേലാകർമ്മം ചെയ്യപ്പെടാത്ത അവസ്ഥയിലുമായിരിക്കും. നഗ്നരായിട്ട്, നഗ്നപാതരായിട്ട് എല്ലാവരും അതാ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്.
സമയമാണ്. ഇനി വിചാരണയുണ്ട്, ഇനിയാണ് സിറാത്ത് പാലം കടക്കേണ്ടത്, ഇനിയാണ് കർമ്മങ്ങൾ തൂക്കുന്ന മീസാനിൽ നമ്മുടെ കർമ്മങ്ങൾ വെച്ച് തൂക്കപ്പെടുന്നത്. ശഫാഅത്തുണ്ട്, ഔദുൽ കൗസറുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നാളെ മഹ്ശറയിൽ നീ സമാധാനം തരണേ അല്ലാ. നോക്കൂ, എല്ലാവരും നഗ്നപാതരായി നഗ്നരായി ഒരു തുണിയില്ലാതെ മഹ്ശറയിലേക്ക് എഴുന്നേൽക്കുമ്പോ മഹദി ആയിഷ ചോദിച്ചു റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂലേ, അർരിജാലു വന്നിസാഉ യൻളുറു ബഅദുഹും ബഅദാ, ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം നഗ്നത കാണില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽ അംറു അശദ്ദു മിൻ അൻ യുഹിമ്മഹും ദാലിക. ആയിഷ, അന്നത്തെ ചിന്ത നഗ്നത നോക്കലല്ല, എല്ലാവരും അന്ന് നഫ്സി നഫ്സി എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. കഠോരമായിരിക്കും അവരുടെ ചിന്ത, ആ ഭാഗത്തേക്ക് അവർ ചിന്തിക്കുന്നതല്ല. അങ്ങനെ സഹോദരങ്ങളെ, അവരെല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഒപ്പോ 3 രൂപത്തിലാണ് മഹ്ശറയിലേക്ക് എത്തുന്നത്. ഒന്ന് മുശാത്തൻ, കാൽനടയാത്രക്കാരായി കൊണ്ടാണ്. മറ്റൊന്ന് റുക്ബാനാ, അല്ലാഹു ചിലർക്ക് വാഹനങ്ങൾ കൊടുക്കും. പടച്ചവനാ വിഭാഗത്തിൽ നമ്മളെ പെടുത്തട്ടെ. മൂന്നാമതൊരു വിഭാഗം, അതാ അവര് വഅലാ വുജൂഹിഹിം, അവരുടെ മുഖത്ത് ഇഴഞ്ഞുകൊണ്ടാണ് മഹ്ശറയിലേക്ക് എത്തുക. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് മുഖം കൊണ്ട് നടക്കുക? മുത്തുനബി പഠിപ്പിച്ചു, 2 കാലിൽ നടത്തിയ റബ്ബിന് മുഖം കൊണ്ട് നടത്താൻ സാധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്ന് നടന്ന് ചിലര് മഹ്ശറയിലേക്ക് വരും. നോക്കൂ, ചിലര് വാഹനത്തിലായിരിക്കും. വാഹനത്തിൽ അല്ലാഹു നമുക്ക് നല്ല വാഹനങ്ങൾ നൽകട്ടെ. നോക്കൂ, ഉളഹിയ തർക്കാൻ പറഞ്ഞത് നല്ല വാഹനങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാഹു സമ്മിനോ വഹായാക്കും, നിങ്ങളുടെ ബലിമൃഗത്തെ പുഷ്ടപ്പെടുത്തിക്കോ. ഫൈനഹാ അല സിറാത്തി മതായാക്കും, അത് സിറാത്തിൽ നിങ്ങളുടെ വാഹനമാണ്, വാഹനമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹ്ശറ എന്താണ്? മഹ്ശറ അന്ന് വെളുത്ത ഭൂമിയായിരിക്കും. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പരിശുദ്ധമായ മണ്ണായിരിക്കും. ഉടഞ്ഞെടുത്ത ഉന്നം പോലെ, കടഞ്ഞെടുത്ത പഞ്ഞി പോലെ വെളുവെളുത്ത ഭൂമിയായിരിക്കും മഹ്ശറ. എല്ലാവരും മഹ്ശറയിലേക്ക് വരികയാണ്, എല്ലാവരും മഹ്ശറയിലേക്ക് വരികയാണ്. യൗമഇദിൻ യസ്ദുറുന്നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും, അതാ കൂട്ടമായിട്ട് ആളുകളെല്ലാം മഹ്ശറയിലേക്ക് എത്തുകയാണ്. ലിയുറൗ, അവർക്ക് കാണിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി, അഅമാലഹും, അവരുടെ കർമ്മങ്ങളുടെ അനന്തരഫലം, അവർ ചെയ്തു കൂട്ടിയതിന്റെ പ്രതിഫലം, അവർ ചെയ്തതിന്റെ വേതനം അവർക്ക് കാണിക്കപ്പെടാൻ വേണ്ടി എല്ലാവരും കൂട്ടമായി മഹ്ശറയിലേക്ക് എത്തുകയാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ, അണുമണി തൂക്കം നന്മ ചെയ്താൽ യറഹു, നാളെ പരലോകത്തിൽ അതിനെ അവൻ കാണും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ, ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ യറഹു, അതും അവൻ കാണുന്നതാണ്. അല്ലാഹു നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്ത്, നമ്മുടെ സയ്യിആത്തുകൾ ഹസനാത്തായി രൂപാന്തരപ്പെടുവിപ്പിച്ച് അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി നമ്മുടെ റെക്കോർഡിംഗ് യൂണിറ്റുകളിൽ ആരും നമ്മളെ വിമർശിക്കാൻ ഇടവരാതെ, പഴുതില്ലാതെ നാളെ റബ്ബിന്റെ മുമ്പിൽ പരിശുദ്ധനായി കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ എല്ലാവരും മഹ്ശറയിലേക്ക് എത്തുകയാ. നോക്കൂ, മഹ്ശറ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തുദ്നശംസു അലാ ഖദ്രി മീലിൻ, അന്ന് ശംസിനെ, ഒരു സൂര്യനെ അല്ലാഹു റെഡിയാക്കും. അതാ അത് ഒരു ചാൺ മുകളിൽ, ഒരു മീൽ എന്നാ പറഞ്ഞത്. സുറുമക്കുപ്പിക്കും അതിന്റെ കോലിനും മീൽ എന്ന് പറയും, ഒരു മൈൽ അകലത്തിനും മീൽ എന്ന് പറയും. നോക്കൂ, സൂര്യനെ വളരെ അടുത്ത് കൊണ്ടുവന്ന് അല്ലാഹു നിർത്തുന്ന ദിവസം, ഫയകൂനുന്നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അർക്, ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച്, അമലുകൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങുന്ന ദിവസമാണ്. മുത്തുനബി പറഞ്ഞു, ചിലരുടെ നെരിയാണി വരെ, ചിലരുടെ വിയർപ്പ് മുട്ട് വരെ, ചിലരുടെ അരവരെ, ചിലരുടേത് അതാ തൊണ്ടക്കുഴി വരെ. വമിൻഹും മൻ യുൽജിമഹുൽ അർഖു ഇൽജാമാ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുഹൃത്തുക്കളെ, വിയർത്ത് കുളിച്ച് ചൂടിൽ അതാ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. എത്ര വർഷം അവരെ നിൽക്കും? മുത്തഫിഫീനിൽ അല്ലാഹു പറഞ്ഞു, യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മുന്നിൽ, കോടതിയിൽ റബ്ബിന്റെ വിചാരണയിൽ കാത്ത് അവരെ നിൽക്കുന്ന ദിവസം എത്ര നാൾ അവിടെ നിൽക്കേണ്ടി വരും? അല്ലാഹു പറഞ്ഞു, തഅറുജുൽ മലായികതു വറൂഹു ഇലൈ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, 50000 കൊല്ലം. നോക്കൂ, ആ ദിവസത്തിന്റെ ദൈർഘ്യം 50000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. അല്ലാഹു പടച്ചവൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലാ യാ റസൂലല്ലാഹ്, ആ ദിവസത്തെ ഇത്രമാത്രം ദൈർഘ്യമാക്കിയതെന്താ? ഇത്രമാത്രം നീണ്ട ദിവസമോ? മുത്തുനബി പറഞ്ഞു, യുഖഫഫു വഇന്നഹു ലയുഖഫഫു അലൽ മുഅ്മിനി, ഒരു സത്യവിശ്വാസിക്ക്
ഒരു മുഅ്മിനിന് ആ 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യം അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കും. ഒരു ഫർദ് നമസ്കാരത്തിന്റെ സമയം കണക്കേ, ഒരു ഫർദ് നമസ്കാരത്തിന്റെ 2 റക്അത്തുള്ള സുബഹിയുടെ കണക്കനുസരിച്ച് ആ 50,000 കൊല്ലം അല്ലാഹു ആ മുഅ്മിനിന് വേണ്ടി ചുരുക്കി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ദിവസം അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. നോക്കൂ, ഖബറുകളിൽ നിന്നും എഴുന്നേറ്റ് മഹ്ശറയിലെത്തി തളർന്ന് ക്ഷീണിച്ച ആ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു അതാ സ്വാഗതം അരുളുന്നു. ഹബീബായ മുത്ത് അവിടുത്തെ തൃക്കരം കൊണ്ട് അതാ നല്ല സുന്ദരമായ മധുര ആ പാനീയം വിതരണം ചെയ്യുകയാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, തീർച്ചയായിട്ടും അവിടത്തേക്ക് നാം തന്നിട്ടുണ്ട് അൽ കൗസർ. ആ കൗസർ എന്ന് പറയുന്ന പാനീയം അതൊരു നദിയാണെന്നും അതൊരു ഹൗളാണെന്നും ജലാശയമാണെന്നും റിപ്പോർട്ടുണ്ട്. അതിന്റെ പാത്രങ്ങൾ കോപ്പകൾ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര കോടികളെ പോലെയാണ്. പാലിനേക്കാൾ വെളുത്തതാണ്, തേനിനേക്കാൾ മാധുര്യമുള്ളതുമാണ്, മഞ്ഞിനേക്കാൾ ഐസിനേക്കാൾ തണുത്തതുമാണ്. ആ തണുത്ത ആ വെളുത്ത ആ പാനീയം കുടിച്ചാൽ പിന്നീട് അവരൊരിക്കലും ദാഹം അനുഭവിക്കേണ്ടി വരില്ല. അല്ലാഹു മുത്തിന്റെ കൈകൊണ്ട്, ഹബീബായ മുത്തിന്റെ കൈകൊണ്ട് കൗസർ അല്ലാഹു കുടിപ്പിക്കട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ജീവിതത്തിൽ സുന്നത്തുകൾ ചെയ്തോ, ജീവിതത്തിൽ സുന്നത്തുകൾ ചെയ്തോ. മുത്തുനബിക്ക് സുന്നത്തുകൾ വളരെ ഇഷ്ടമാണ്. ഫർളുകൾക്ക് പുറമെ സുന്നത്തുകളും ചെയ്തോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.